Hi all. So engineering mechanics ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ടോട്ടൽ 5 മോഡ്യൂൾസ് ഉണ്ട്. പിന്നെ സബ്ജക്റ്റിന് ടോട്ടൽ ക്രെഡിറ്റ്സ് 3 ആണ്. Then moving to the syllabus. This module mainly consists of two parts. That is, first one is centroid moment of inertia part, and second one is force in space. Non-coplanar force system എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സെക്കൻഡ് മോഡ്യൂളിലാണ്, തേർഡ് മോഡ്യൂളിലാണ്. സോ തേർഡ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഫോഴ്സ് ഇൻ സ്പേസ്. ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് സെൻട്രോയിഡ് moment of inertia. Moment of inertia തന്നെ നമുക്ക് രണ്ട് തിയറംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഇസ് പാരലൽ ആക്സിസ് തിയറം ആൻഡ് സെക്കൻഡ് വൺ ഇസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ദീസ് ടു തിയറംസ് ആർ റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. അത് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ, മാസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അതെന്താണ്, പിന്നെ ജസ്റ്റ് റിംഗ് സിലിണ്ടർ ഡിസ്കിൻ്റെ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ നെക്സ്റ്റ് വി ഹാവ് തിയറം ഓഫ് പാപ്പസ് ഗാലിനസ്. വി ഹാവ് ടു തിയറംസ്, തിയറം 1 ആൻഡ് തിയറം 2. അത് ജസ്റ്റ് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. So we have to study. So the first topic is center of gravity. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബോഡി കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു മനുഷ്യനാണ്. ഓക്കെ, ആ ഒരു ബോഡിയിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. മെയിൻലി എർത്തിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ ബോഡീനെ പിടിച്ച് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എർത്തിൻ്റെ സെൻറ്ററിലേക്ക് എർത്ത് ഒരു ഫോഴ്സ് വെച്ചിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഫോഴ്സ് ഇസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ബോഡിയുടെ കേസിൽ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്, കൈയുണ്ട്, കാലുണ്ട്, എല്ലാം ഉണ്ടല്ലേ. സോ ഓരോ പാർട്സും നമ്മുടെ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ എർത്ത് ഒരു ഫോഴ്സ് വെച്ചിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദി ബോഡി ഇസ് അട്രാക്റ്റഡ് ടുവേഴ്സ് ദി സെൻറ്റർ. സോ ഈ ഒരു ബോഡിയും എർത്തിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായ കാരണം നമുക്കറിയാം ഇതെല്ലാം ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങോട്ടേക്കാണ്, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, ബോഡിയുടെ പോയിന്റ് തൊട്ട് സെൻറ്റർ എർത്തിൻ്റെ സെൻറ്ററിലേക്കാണ് ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്. സോ അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായ കാരണം നമുക്ക് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെല്ലാം ഒരു സിസ്റ്റം ഓഫ് പാരലൽ ഫോഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് ബോഡിയിൽ ഏതൊരു പോയിന്റിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഓരോ പോയിന്റിലെയും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് പാരലൽ ഫോഴ്സസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ പാരലൽ ഫോഴ്സസിൻ്റെ റിസൾട്ടൻറ്റ് എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്ഷൻ ഫോഴ്സ് ഓരോ കുഞ്ഞു പാർട്ടിക്കിൾസിനും അട്രാക്ഷൻ ഫോഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. സോ ആ ഒരു അട്രാക്ഷൻ ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സിന് പറയുന്നതാണ് ദാറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓഫ് ദാറ്റ് പാരലൽ ഫോഴ്സസ് ഇസ് കോൾഡ് വെയിറ്റ് ഓഫ് ദ ബോഡി. ഇനി ഒരു ബോഡിയുടെ വെയിറ്റ് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മൾ അങ്ങനെ ചെയ്താലാണ് നമുക്ക് ബാക്കി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു ബോഡിയുടെ കേസിൽ, ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം അത് ദിസ് ബോഡി സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്, റൈറ്റ്. സോ വൈ ആക്സിസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലായിട്ടായിരിക്കും ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് ഓർത്തിരുന്നോളം ഏതൊരു പോയിന്റിലാണോ ഈ ബോഡിയുടെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് അസ്യൂം ചെയ്യുന്നത്, ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ അസ്യൂം ചെയ്യും, ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബോഡിക്ക് എന്തെങ്കിലും സിമ്മട്രി ഉണ്ടെങ്കിൽ ആ സിമ്മട്രിക്കൽ ആക്സിസിൽ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്കറിയാം, this weight is equal to mass into acceleration due to gravity, mg, weight w is equal to mg എന്നാണ്. സോ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തിനോട് പ്രപ്പോർഷണൽ ആണ്, ഒരു ബോഡിയുടെ മാസിനോട് പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ ബോഡിയുടെ മാസ് കൂടുതലാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആ ഒരു ബോഡിയുടെ വെയിറ്റും കൂടുതലായിരിക്കും. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് എന്ന് പറഞ്ഞായിരുന്നു, ആ ഒരു വെയിറ്റ് ഏത് പോയിന്റിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് അസ്യൂം ചെയ്യുന്നത്, ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. And we can denote it by using the letter G, or we can denote it by CG. Okay, CG അല്ലെങ്കിൽ G എന്ന് കാണുവാണെങ്കിൽ ഓർത്തോളം അത് എന്താണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. പിന്നെ ഒരു ബോഡിയുടെ കേസിൽ ആകെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളൂ. അതല്ലാതെ അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് പറഞ്ഞുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യില്ല. ഒരു ബോഡിക്ക് ആകെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. The next one is center of mass. Center of mass എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ബോഡിയുടെ എൻറ്റയർ വെയിറ്റ് ഏത് പോയിന്റിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻറ്റയർ വെയിറ്റിന് പകരം എന്താണ്? എൻറ്റയർ മാസ്. ഒരു ബോഡിയുടെ എൻറ്റയർ മാസ് ആ ബോഡിയുടെ ഏത് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത് അസ്യൂം ചെയ്യുന്നത്, ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് സെൻറ്റർ ഓഫ് മാസ്. സോ ഗ്രാവിറ്റേഷൻ ഫീൽഡ് നോൺ യൂണിഫോം അല്ലെങ്കിൽ പാരലൽ അല്ലാത്ത രീതിയിൽ വരുമ്പോഴാണ് ഈ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഡിഫറെൻ്റ് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? ഈ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരു ബോഡിയുടെ കേസിൽ സെയിം ആവും നമുക്ക് അസ്യൂം ചെയ്യാം. സോ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിൻ്റെ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ ഫീൽഡ്സ് യൂണിഫോം ആൻഡ് പാരലൽ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ജസ്റ്റ് ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ എല്ലാം അസ്യൂം ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് മാസ് എന്താന്ന് നോക്കി. ദ നെക്സ്റ്റ് വൺ ഇസ് സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പ്ലെയിൻ ഫിഗർ സെലക്ട് ചെയ്യാണ്, ഒരു റെക്ടാങ്കിൾ സെലക്ട് ചെയ്തു. റെക്ടാങ്കിൾ നമുക്കറിയാം വോളിയം ഇല്ല, വെയിറ്റ് ഇല്ല, മാസ് ഇല്ല, ഒന്നുമില്ല അല്ലേ. സോ അതിനകത്ത് ആകെയുള്ളത് അതിൻ്റെ ഏരിയ ആണ്. റെക്ടാങ്കിൾ കേസിൽ ആകെയുള്ളത് ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ, ഈ ടോട്ടൽ എൻറ്റയർ ഏരിയ ഏത് പോയിന്റിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് ദ സെൻട്രോയിഡ് ഓഫ് ദാറ്റ് ഫിഗർ. അതിനെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വൃത്തികേടാണ്. ബിക്കോസ് അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബോഡിയുടെ വെയിറ്റ് ഏത് പോയിന്റിലാണ് അസ്യൂം ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് അസ്യൂം ചെയ്ത് ആ പോയിന്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സോ ഈ പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ കയ്യിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അത്രയും ശരിയല്ലാത്തതുകൊണ്ട് നമ്മളൊരു വേറൊരു പേര് വിളിക്കുന്നതാണ് സെൻട്രോയിഡ്. ഓക്കെ, സോ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക. സോ ഇത് ഈ ഏരിയ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് മാസ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ സെൻട്രോയിഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ G ആയിട്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചില ടെക്സ്റ്റിനകത്ത് സെൻട്രോയിഡിന് പകരം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഈവൻ ഒരു ജസ്റ്റ് ഒരു ഫിഗർ തന്നിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്, സെൻട്രോയിഡ് തന്നെ കണ്ടുപിടിച്ചാൽ മതി. പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. ജസ്റ്റ് എന്തൊക്കെയാണ് ജസ്റ്റ് നോട്ട് ചെയ്താൽ വെച്ചാൽ മതി. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള അത് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ്. ഡെറിവേഷൻസും കാര്യങ്ങളൊന്നും അത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറേ സിമ്പിൾ ഫിഗേഴ്സ് നോക്കിയിട്ട് ആ ഫിഗേഴ്സിൻ്റെ ഏരിയ എന്തൊക്കെയാണ്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. സോ ദ ഫസ്റ്റ് വൺ ഇസ് സർക്കിൾ. സർക്കിളിൻ്റെ കേസിൽ ഒരു റേഡിയസ് r ഉള്ള ഒരു സർക്കിൾ ആണെങ്കിൽ വി നോ ദാറ്റ് എസ് ഏരിയ വിൽ ബി ഈക്വൽ ടു πr². ശരിയല്ലേ? πr². ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിരുന്നാൽ മതി, എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആവരുത്. പിന്നെ സർക്കിൾ നോക്കി നമുക്കറിയാം ഇത് എക്സ് ആക്സിസിനും സിമെട്രിക്കലാണ് അല്ലേ, രണ്ട് ഒരുപോലെ ഡിവൈഡ് ചെയ്യാം. വൈ ആക്സിസിനും സിമെട്രിക്കലാണ്. സോ ഈ എക്സ് ആൻഡ് സിമെട്രിക്കൽ എക്സ് ആൻഡ് വൈ ആക്സിസ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലായിട്ടായിരിക്കും അതിൻ്റെ സെൻറ്ററോടെ ഉണ്ടാവുന്നത്. സോ സർക്കിളിൻ്റെ കേസിൽ നമുക്ക് ഡൗട്ടൊന്നുമില്ല, അത് കറക്റ്റ് തന്നെ സെൻറ്ററിലാണ്. സോ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? r ആയിരിക്കും, അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് റെക്ടാങ്കിൾ. റെക്ടാങ്കിളിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക, റെക്ടാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ. സോ ഈക്വൽ സൈഡ്സ്, ഈ സൈഡ്സ് എല്ലാം ഈക്വൽ ആകുമ്പോഴാണ് നമ്മളത് സ്ക്വയർ എന്ന് പറയുന്നത്. ഫൈൻ. So if the width of this rectangle is b and the depth of this rectangle is d, then here we can see that here we have two symmetrical axes, that is symmetrical y axis. ശരിയല്ലേ? ഈ y വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു റെക്ടാങ്കിൾ രണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. Again we have symmetrical x axis. So ഈ രണ്ട് ആക്സിസും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ. അതായത് റെക്ടാങ്കിൾ കറക്റ്റ് അതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് അത് ജസ്റ്റ് മാർക്ക് ചെയ്തത് ജോമെട്രിക് സെൻറ്റർ തന്നെയായിരിക്കും അതിൻ്റെ സെൻറ്ററോയിഡ്. സോ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ബി അല്ലേ, സോ ഇത് b/2 ആണ്. ഇതാണ് d, ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് d. സോ ഈ ഡിസ്റ്റൻസ് d/2 ആണ്. The next one is semicircle. We know that the area of the semicircle is equal to π/4 d² ആയിരുന്നു സർക്കിളിൻ്റെ അല്ലേ. അപ്പം അതിൻ്റെ ഹാഫ് വരുന്നത്, ദാറ്റ് ഇസ് π/8 d². എനിക്ക് തോന്നുന്നു ഇത് പഠിച്ചിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ദാറ്റ് ഈസ് πr² ആണ് സർക്കിളിൻ്റെ ഏരിയ, അതിൻ്റെ ഹാഫ് എന്ത് വരും? πr²/2. ഇനി നമുക്കറിയാം ഈ സെമി സർക്കിളിനെ രണ്ടായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇത് വലിയൊരു സർക്കിളാണല്ലേ, അപ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് രണ്ടായിട്ട് നമ്മളുടെ കസിൻസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ ഡിവൈഡ് ചെയ്യും? നമുക്ക് ഇങ്ങനെയല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എങ്ങനെ ഡിവൈഡ് ചെയ്താലും ഈക്വലായിട്ട് വരില്ല. സോ ഈ എങ്ങനെ എവിടെയെങ്കിലും സിമെട്രി ഉണ്ടെങ്കിൽ ആ സിമെട്രിക്കൽ ആക്സിസിലായിരിക്കും നമ്മുടെ സെൻറ്ററോഡ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഓക്കെ, ഇവിടെ കൊണ്ടുപോയി ഞാൻ സെൻറ്ററോഡ് മാർക്ക് ചെയ്തു. ഇനി ഈ ബേസിൽ നിന്ന്, ഇതാണ് ബേസ് കേട്ടോ,
ഈ ബേസിൽ നിന്ന് ഈ സെൻറ്ററോട് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡെറിവേഷൻ അത്രയും പഠിക്കാനായിട്ടില്ല, നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ദിസ് ഡിസ്റ്റൻസ് ഇതൊരു ഓ പോയിന്റ് ആയിട്ട് കൊടുക്കുവാണ്. ദിസ് ഒ ജി ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 4r/3π. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡിസ്റ്റൻസ് പഠിക്കണം. 4r/3π. ഇനി ഫിഗർ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലോ, അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ആലോചിച്ച് നോക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈക്വലായിട്ട്. സോ ഇതിന് ബേസ് ഇതല്ലേ. ഓക്കെ, ബേസിൽ നിന്ന് സെൻറ്ററോട് വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 4r/3π. സിമിലർലി നമുക്ക് സെമി സർക്കിൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇതിൻ്റെ ബേസ് ഇതല്ലേ. യെസ്, ബേസിൽ നിന്ന് സെൻറ്ററോട് വരെ ഡിസ്റ്റൻസ് ആണ് 4r/3π. ഇപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്, ഓർത്തിരിക്കാം. ഇതിനകത്ത് ക്വാർട്ടർ സർക്കിളാണ്. ക്വാർട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ 1/4 അല്ലേ. സോ സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. അതിൻ്റെ 1/4 ഏരിയ വരുള്ളൂ. ദറ്റ് ഇസ് πr²/4 വരും. ഇവിടെ ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കുക. ഇത് ഇങ്ങനത്തെ ഒരു കേക്ക് കഷ്ണമാണ്. നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഇങ്ങനെ ബൈസെക്റ്റ് ചെയ്ത്, ഈ ആംഗിളിൽ ബൈസെക്റ്റ് ചെയ്തല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും സെൻട്രോഡ് ഉണ്ടാവുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെ 2 ബേസ് ഉണ്ട് അല്ലേ. ഈ 2 ബേസ് ഉണ്ട്. ഈ 2 ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് 4r/3π ആയിരിക്കും. ഈ ഡിസ്റ്റൻസും 4r/3π ആയിരിക്കും. ഇനി ക്വാർട്ടർ സർക്കിൾ എങ്ങനെ വന്നാലും കൺഫ്യൂഷൻ ആവാതെ എന്ത് ചെയ്യണം? ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഒരു കേക്കിൻ്റെ കഷ്ണം ഓർത്താൽ മതി. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് പോലെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ 2 ബേസ്, ഇവിടെ അല്ലേ 2 ബേസ് വന്നേക്കുന്നത്. ഓക്കെ, ഈ ബേസിൽ നിന്ന് സെൻറ്ററോട് വരെ ഡിസ്റ്റൻസ് ഇത് 4r/3π ആണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളതും 4r/3π ആണ്. അപ്പം എങ്ങനെ ക്വാർട്ടർ സർക്കിൾ വന്നാലും എങ്ങനെ വരും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഓഫ് വിത്ത് ബേസ് ബി ആൻഡ് ഹൈറ്റ് h. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരിക്കും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ജി എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ബേസിൽ നിന്ന് കണ്ടോ, ഈ റൈറ്റ് ആംഗിൾ പോർഷനിൽ നിന്നാണ് ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ലൈനിൽ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് b/3 മാറിയിട്ടായിരിക്കും ഈ ജി വരുന്നത്. പിന്നെ ഈ ഒരു ഹൊറിസോണ്ടൽ, ഈ ഒരു ബേസിൽ നിന്ന് h/3 ഡിസ്റ്റൻസ് മുകളിലായിട്ടായിരിക്കും ജി വരുന്നത്. അതായത് ഈ ഹൈറ്റ് എത്രയായിരിക്കും? ഈ ഹൈറ്റ് h/3 ആയിരിക്കും. ഈ ഹൈറ്റ് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് ബി ആണല്ലോ. സോ ഈ ഡിസ്റ്റൻസ് b/3 ആണ്. നമ്മൾ അറിയാതെ by2 എന്നൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്, തെറ്റിച്ചളയരുത്. h/3യും b/3യും ആണ്. ദ നെക്സ്റ്റ്, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ പോലത്തെ ഒരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കാം. ഈ 2 സൈഡ് ഒരുപോലൊക്കെ ഇരിക്കുന്ന ഒരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ കേസിൽ ഏരിയ എന്തായിരിക്കും? ഇത് കംപ്ലീറ്റ് വിഡ്ത്ത് ആണ് ബി അല്ലേ. കംപ്ലീറ്റ് വിഡ്ത്ത് ബി ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ത് തന്നെയായിരിക്കും? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. എച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ കേസിൽ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? എങ്ങനെയായിരിക്കും ഈക്വലായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അപ്പോൾ ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും സെൻട്രോഡ് ഉണ്ടാവുന്നത്. സോ സെൻട്രോഡ് ഞാനിവിടെ ജസ്റ്റ് റഫായിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് കംപ്ലീറ്റ് ബി അല്ലേ. ഇപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? b/2 ആണ് അല്ലേ. കറക്റ്റ് സെൻറ്ററിലായിട്ടാണ്. ഇത് b/2 ആണ്. b/3 എന്ന് എഴുതരുത്, ഇവിടെ b/2 ആണ്. പിന്നെ ഈ പോയിന്റ് തൊട്ട് ഇതിങ്ങനെ റെക്ടാങ്കിൾ ഷേപ്പിലാണല്ലോ മുകളിലിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത് h ആണ്. ഈ ബേസിൽ നിന്ന് ഈ ജി വരെയുള്ള ഡിസ്റ്റൻസ് h/3 ആണ്. തിരിഞ്ഞു പോരുത്, ഇത് h/3യും ഇത് b/2 ആണ്. ഓക്കെ, ഇത്രയും അപ്പോൾ നമ്മൾ പഠിച്ചത് സർക്കിൾ, പിന്നെ ഏതായിരുന്നു? റെക്ടാങ്കിൾ, സെമി സർക്കിൾ, ക്വാർട്ടർ സർക്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ദെൻ ഐസോസെൽസ് ട്രയാങ്കിൾ. ഇത്രയും കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് നോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും സെഷനിലുള്ള എൻ്റെ ഏരിയയുടെ ഇക്വേഷനും സെൻട്രോഡ് എങ്ങനെയാണെന്നുള്ള ലൊക്കേറ്റ് ചെയ്യുന്ന കാര്യം നീറ്റായിട്ട് നോക്കാം കേട്ടോ.